കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എത്തിച്ചേരുവാൻ ഈ ബലഹീനായ എനിക്ക് സാധിച്ചല്ലോ. കർത്താവ് സഹായിച്ചു എന്ന് ഓർമ്മ. ദൈവത്തിൻ്റെ മക്കളെ, നാം ഓർക്കണം, നാം വിശ്വാസികളാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുള്ളിൽ വസിക്കുന്നുണ്ടോ? അതിൽ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയുള്ളവര് വിശ്വാസത്തിൽ വളർന്നു വരേണ്ടതും. എബ്രായ ലേഖനം 11-ാം അധ്യായം നമ്മൾ വായിച്ചാൽ അവിടെ കാണുന്ന വിശ്വാസത്തിന്റെ വീരന്മാരായ ഹീറോസ് ഓഫ് ഫെയ്ത്ത് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അവരെങ്ങനെയാ ഹീറോസ് ആയത്? വിശ്വാസത്തിന്റെ അവരെ പടമൊരുതിയാണ്. ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ, നമ്മുടെ വിശ്വാസം സ്ഥിരതയും വിശ്വാസത്തിലെ വളർച്ചയും ഗ്രേറ്റും ഒക്കെ ആകുന്നത് നമ്മൾ എത്രത്തോളം പ്രശ്നങ്ങളെ നേരിട്ട് വിജയിച്ചു എന്നതിലാണ്. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എസ്കേപ്പ് ചെയ്തും സുഖിച്ചും ഒക്കെ ഒരിക്കലും ഒരു വിശ്വാസിക്ക് വളരാൻ പറ്റത്തില്ല. അത് ചത്തുപോകും. വിശ്വാസത്തിൽ നല്ല ശക്തിയോടെ മുന്നോട്ട് പോകണമെങ്കിൽ ഇടയ്ക്കൊക്കെ അസുഖം വരാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാം, നമ്മുടെ മക്കളിലൂടെ ഉള്ള വിഷയങ്ങൾ വരാം, കുടുംബ ബന്ധങ്ങൾ തമ്മിലുള്ള വിഷയങ്ങൾ വരാം, ഓഫീസിലെ തന്നെ ഭയങ്കരമായ വിഷയങ്ങൾ ഉണ്ടാകാം. പല വിധത്തിലുള്ള വിഷയമാണ് ഈ ലോകത്തിലുള്ളത്. കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കണം. പ്രശ്നങ്ങൾ വരുമ്പോൾ കർത്താവിനെ ഇടയ്ക്ക് നിർത്തണം. കർത്താവിനെ പിന്നിലാക്കരുത്, ഇടയ്ക്ക് നിർത്തണം. അതാണ് ആവശ്യം. കർത്താവിനെ ഇടത്തോ വലത്തോ പിന്നിലോ ആക്കരുത്, മുന്നേ നിർത്തിക്കോണം. പ്രശ്നം നേരെ കർത്താവിനെ നേരിടണം. കർത്താവ് നമുക്ക് വേണ്ടി നേരിട്ട് സഹായിക്കും. അവൻ നമുക്ക് ആലോചന പറഞ്ഞു തരും, നമുക്ക് സുഹൃത്തുക്കളെ കൊണ്ടുവരും, നമുക്ക് വഴികൾ തുറന്നു തരും. ആ പ്രശ്നങ്ങളിൽ നിന്നൊന്നും നമുക്ക് ഓടി ഒളിക്കാനൊന്നും പറ്റത്തില്ല. കർത്താവിനെ അവിടെ കൊണ്ടുവരുമ്പോൾ കർത്താവ് പോക്കുവഴി തന്ന് ഇതിലേക്ക് നടത്തും. അതൊക്കെ വലിയ അത്ഭുതങ്ങളായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്, നമ്മൾ മഹാന്മാരാകുന്നത്. അവിടെ 11-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. അപ്പം വിശ്വാസത്തിൽ കൂടെ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിച്ചവരാണ് മോശ തുടങ്ങി എല്ലാവരും, അബ്രഹാം തുടങ്ങി എല്ലാവരും. അതവിടെ എഴുതിയിട്ടുള്ളത്. അതിലൂടെ ചേർക്കപ്പെടേണ്ടതായ പേരുകളാണ് നമ്മൾ ഓരോരുത്തരും. കർത്താവിനെ മുന്നിൽ വെച്ച് പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നാം ഓരോരുത്തരും എന്നെ കേൾക്കുന്നവർ നിയമിച്ചു. അങ്ങനെ അത് ഇനിയും പ്രശ്നങ്ങൾ വരാം. അതെ, കർത്താവിനോട് കൂടി നിന്നപ്പെടണം. രണ്ടാമത് ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഒരു വിശുദ്ധ ജീവിതം നമ്മൾ പാലിക്കണം. മനസ്സിലായി? പ്രശ്നങ്ങളെ എത്രയും ഒഴിഞ്ഞു മാറി നിൽക്കണമെങ്കിൽ കർത്താവിനോട് ചേർന്നിരിക്കണം. സത്യമായിട്ടും നമ്മുടെ ദൈവം പരിശുദ്ധനാണ്. അപ്പൊ നമ്മൾ സപ്പോസ് ടു ബി പരിശുദ്ധരായിട്ട് ദൈവത്തിന്റെ മക്കളുടെ അല്ലേ, അങ്ങനെ ഇരിക്കണം. അപ്പം നമുക്ക് കാണിച്ചു തന്ന തെറ്റുകൾ, നമ്മൾ എന്തൊക്കെ തെറ്റുകൾ ഈ തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ആവർത്തിക്കാൻ പോകാതെ കർത്താവ് നാടിയിട്ടും അതൊക്കെ പ്രശ്നങ്ങളായി നമ്മുടെ ജീവിതത്തിൽ വരും. കർത്താവ് ഈ വചനങ്ങളിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പം അത് മാത്രമല്ല, ഇത് നിങ്ങൾക്ക് സഹായകരമാണ് പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ. കർത്താവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ വചനത്താൽ കർത്താവ് മഹത്വം എടുക്കുമാറാകട്ടെ.